നമസ്കാരം. മൈൻഡ് വാച്ചിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന അതേ വിഷയമാണ് ഈ ആഴ്ചയും തുടരുന്നത്. ഭയം. സാധാരണയായിട്ടുള്ള ഭയവുമുണ്ട്, അസാധാരണമായ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഭയവുമുണ്ട്. അതിൽ അസാധാരണമായ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഭയം പരിഹരിക്കാൻ ചിലപ്പോഴൊക്കെ നമുക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പിൻ്റെ ആവശ്യം വന്നേക്കാം, അല്ലേ? അത്തരത്തിലുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനും അതിന് പരിഹാരം നിർദ്ദേശിക്കുവാനും കൗൺസിലിംഗ് നൽകുവാനും നമ്മളോടൊപ്പം പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഗിരീഷ് ഉണ്ട്. അദ്ദേഹവുമായി സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ഡോക്ടർ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സ്പെസിഫിക് ഫോബിയ, പിന്നെ ആങ്സൈറ്റി കൊണ്ടുണ്ടാവുന്ന ഭയം, ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു. മറ്റെന്ത് കാരണങ്ങൾ അല്ലെങ്കിൽ മറ്റെന്ത് തരത്തിലുള്ള ഭയങ്ങൾ, അതിനെക്കുറിച്ചൊന്ന്? സ്പെസിഫിക് ഫോബിയ അല്ലെങ്കിൽ സിമ്പിൾ ഫോബിയ എന്നുള്ളതിന് ഒരു ഉദാഹരണമായിട്ടാണ് പിന്നെ ഒരു വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിട്ടുള്ള ഒരു പുരുഷൻ സ്ത്രീകളെ കാണുമ്പോൾ ഭയന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു സംഭവം എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തു. അതുപോലെ വളരെ കൂടുതൽ ആൾക്കാർക്ക് കുഴപ്പമുണ്ടാക്കുന്ന മറ്റൊരു തരം ഫോബിയ അല്ലെങ്കിൽ അകാരണമായ അസാധാരണമായ ഭയമാണ് സോഷ്യൽ ഫോബിയ അല്ലെങ്കിൽ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പരക്കെ അറിയപ്പെടുന്നത്. സോഷ്യൽ ഫോബിയ എന്ന് പറയുന്നത് പല വ്യക്തികൾക്കും, സ്വാതി ഒരുപക്ഷെ കണ്ടിരിക്കാം, വളരെ വ്യക്തിബന്ധങ്ങളിൽ ഊഷ്മളത കാത്തു സൂക്ഷിക്കാൻ കഴിവുള്ള വ്യക്തികളും വ്യക്തിബന്ധങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന വ്യക്തികളൊക്കെ ആയിരിക്കും. അതേസമയം ഒരു പൊതു ഗ്രൂപ്പുകൾ, ചടങ്ങുകൾ, ക്രൗഡ് ഉണ്ടെന്നിരിക്കട്ടെ, ഒരു വിവാഹം അല്ലെങ്കിൽ മറ്റൊരു പൊതുസമ്മേളനം, അത്തരം കാര്യങ്ങളിൽ പങ്കുകൊള്ളുവാനോ പോവാനോ ജസ്റ്റ് ബി പ്രസന്റ് തന്നെ വല്ലാതെ ബുദ്ധിമുട്ടെന്ന് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും ഒരു ഗ്രൂപ്പ്. മറ്റേ ഗ്രൂപ്പ് പോകാൻ കുഴപ്പമില്ല, അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ പോകാറുണ്ട്. പക്ഷെ അവിടെ പോയിട്ട് ഒരു ഇപ്പോൾ സ്വാതി ആണെന്നിരിക്കട്ടെ, സ്വാതിയോട് പറയുന്നത് പിന്നെ മിസ് സ്വാതി ഈസ് ഗോയിങ് ടു പ്രപ്പോസ് വോട്ട് ഓഫ് താങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളോയി. സ്വാതിക്ക് യു ക്യാൻ ബി പ്രസന്റ്. ഇപ്പം സ്വാതി ഇരിക്കുന്ന പോലെ ഭംഗിയായിട്ടിരിക്കും, ചിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ സ്വാതിയോട് ഒരു ടാസ്ക് അസൈൻ ചെയ്ത ശേഷം ഇവരെ നോക്കിയിട്ട് രണ്ട് വാക്ക് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമായി. അങ്ങനെയുള്ള സോഷ്യൽ ഫോബിയ ഉള്ളവരും നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴും ഈ സോഷ്യൽ ഫോബിയ ഒരു ധാരണ ഉള്ളതെന്ന് പറഞ്ഞാൽ കൂടുതൽ സ്ത്രീകൾക്കാണ്. അത് തെറ്റിദ്ധാരണയാണ്. പലപ്പോഴും ക്ലിനിക്കലായിട്ടുള്ള ഇതും മറ്റുള്ള അനുഭവങ്ങളും പഠനങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് ഈ ഫോബിയ, സോഷ്യൽ ഫോബിയ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ കാണുന്നത് പുരുഷന്മാരിലാണ്. സ്ത്രീകളെക്കാളും ആൾമോസ്റ്റ് ഇരട്ടി തന്നെ പുരുഷന്മാരിൽ സോഷ്യൽ ഫോബിയ കൂടുതൽ കാണുന്നുണ്ട്. ഇതിൻ്റെ ആരംഭം വ്യക്തമാക്കപ്പെടുന്നത് മിക്കവാറും സ്കൂളിൻ്റെ അവസാന ഹൈസ്കൂൾ പഠിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ ആയിരിക്കും. പലപ്പോഴും നമ്മളോട് ഈ സെമിനാർ എടുക്കാനും അങ്ങനെയൊക്കെ അസൈൻമെൻറ്റുകൾ, എസ്പെഷ്യലി ഇപ്പോഴത്തെ ഇത് കരിക്കുലർ ട്രാൻസാക്ഷനിൽ ഒരുപാട് ഇത്തരം പ്രോജക്ട്സും പ്രോഗ്രാംസും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ സമയത്തായിരിക്കും എനിക്കിങ്ങനെ ഒരു സോഷ്യൽ ഫോബിയ ഉണ്ടെന്നൊരു തിരിച്ചറിവ് പലപ്പോഴും ഉണ്ടാകും. സോഷ്യൽ ഫോബിയയുടെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ രസമായ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഞാനീ പറയുന്ന പലതും ക്ലിനിക്കൽ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ അത്തരത്തിലുള്ള അക്കൗണ്ട്സുകൾ വളരെ വ്യക്തമായിട്ട് ഞാൻ വായിക്കുന്നതായിട്ട് ഓർക്കുന്നില്ല. ഒന്ന്, സോഷ്യൽ ഫോബിയയ്ക്ക് പലപ്പോഴും മുൻകാലങ്ങളിലുണ്ടായിട്ടുള്ള ബാല്യത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങൾക്കൊരു പ്രസക്തിയുണ്ട്. ഒരു കാര്യം ഞാൻ ഓർക്കുന്നത്, ഒരു യുവാവ് അന്നെ കാണുമ്പോൾ അയാൾ പിന്നെ വരുന്നത് അയാൾക്ക് പുറത്തിറങ്ങാൻ വയ്യ, ആൾക്കാരൊക്കെ അയാളെ നോക്കുന്നു തോന്നൽ, ഇങ്ങനെയൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഒരു സ്ഥലത്തും പോകാൻ വയ്യ, ഇങ്ങനെയൊക്കെയുള്ള പ്രയാസം. എല്ലാവരും എന്നെ ഇങ്ങനെ കളിയാക്കും, അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടാവും, എന്നെ പറ്റിയാണോ പറയുന്നത് എന്നുള്ളൊരു സംശയത്തിൻ്റെ എലമെൻ്റ് ഇവിടെ വന്നുപോയി. പക്ഷേ ഞാൻ ചമ്മും മറ്റുള്ള മുമ്പിൽ, ആൾക്കാരുടെ മുമ്പിൽ എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റില്ല, ഞാൻ ചമ്മിപ്പോവും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇയാൾ ഇങ്ങനെ വന്നു. ഞാനിപ്പോൾ ഇയാളുമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഇയാളുടെ ഫാദർ നേരത്തെ മരിച്ചുപോയി. ഈ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ തന്നെ. പിന്നെ ഇയാളെ വളർത്തുന്ന മുഴുവൻ ഇയാളുടെ അങ്കിളായിരുന്നു, അമ്മയുടെ പിന്നെ ബ്രദർ. അപ്പോൾ ഇയാളുടെ അങ്കിളെന്ന് പറഞ്ഞാൽ വളരെ ഹിറ്റ്ലേറിയൻ ഡിസിപ്ലിൻ, അച്ചടക്കം. ഒരു മതിൽക്കെട്ടുണ്ട്, അത് പോയിട്ട് വരാന്തയുണ്ട്, ഇന്ന ഭാഗത്തിനപ്പുറം മാറരുത്. അഥവാ പോയി കഴിഞ്ഞാൽ മിലിറ്ററി ചിട്ട, പട്ടാളച്ചിട്ട. അല്പം മാറിക്കഴിഞ്ഞാൽ ഭീകരമായ മർദ്ദനം, വഴക്ക് പറയൽ, അടി. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഇയാൾ വല്ലാതെ ഭയന്ന് പോകുന്നു. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് ഫേസ് ചെയ്യാനോ അങ്ങോട്ട് നീങ്ങാനോ സെൽഫ് കോൺഫിഡൻസ് ഇല്ല. പബ്ലിക്കുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യരുമായിട്ടൊന്ന് ഇൻ്ററാക്ഷൻ നടത്താം, സംസാരിക്കാമെന്ന് കരുതുമ്പോൾ തന്നെ അടിയുടെയും വഴക്കിൻ്റെയും ഓർമ്മകൾ വന്നു പോകുന്നൊരവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇയാൾ വളരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇയാൾ വിവാഹ ജീവിതം ആയി,
അതിനുശേഷം ജോലിക്കൊക്കെ പോകാൻ തുടങ്ങുന്നു. ഒരുപാട് ജോലി കിട്ടി മിടുക്കനാകുമ്പോഴൊക്കെയും ഈ പ്രശ്നങ്ങൾ കാരണം തന്നെ ഇതൊന്നും നേരെ ചെയ്യാൻ പറ്റാതെ വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. അങ്ങനെയായിരുന്നു ഇയാൾ വളരെ പ്രയാസപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അങ്ങനെയുള്ളൊരു കേസ് ഞാൻ കണ്ടത് ഓർക്കുന്നു. ഇപ്പം സോഷ്യൽ ഫോബിയ, ഇപ്പം സ്റ്റേജിൽ കയറി പറയാനുള്ളൊരു മടി, അതേപോലെ ആളുകളായിട്ട് സംസാരിക്കാനുള്ളൊരു മടി, അപ്പം അത് ശരിക്കും ലൈഫിൽ ഒരുപാട് നെഗറ്റീവായിട്ട് ഇഫക്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നെഗറ്റീവായിട്ട് ഇഫക്റ്റ് ചെയ്യും എന്നുള്ള എക്സാമ്പിളായിട്ട് വേറെ കേസ് പറഞ്ഞാൽ, മറ്റൊരു മനുഷ്യൻ, അയാളൊരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലെ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന യുവാവാണ്. വളരെ മിടുക്കുള്ള ഒരുപാട് സൗഹൃദ ബന്ധങ്ങൾ വ്യക്തിപരമായി ഒറ്റയ്ക്കൊറ്റ സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന മിടുക്കനാണ്. ഇയാൾക്ക് ഭയങ്കര സോഷ്യൽ ഫോബിയ. അപ്പോൾ ഇയാളുടെ സോഷ്യൽ ഫോബിയ ഞാൻ പരിശോധിക്കുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ, ഇയാൾ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ, എനിക്കൊന്ന് 8-ലോ 9-ലോ എന്താണ്, ഒരു ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കുന്നു. അന്നൊരു മാഷ് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ വേണ്ടി ഇയാൾ നിഷ്കളങ്കമായി ചാടി എണീക്കുന്നു. കാരണം ഉത്തരം പറയുമ്പോൾ മാഷുമാരുടെ ഒരു അംഗീകാരം കിട്ടും. അപ്പോൾ ആ അംഗീകാരം വെരി ഗുഡ് എന്ന് പറയും. അങ്ങനെ അംഗീകാരം ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മളിൽ തന്നെ ഉണ്ടാവും, സ്വാതിയിലും ഗരീഷിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇയാൾക്കും ഈ ഒരു ഇഷ്ടത്തോടു കൂടി ഇയാൾ ഇങ്ങനെ ചാടി ഉത്തരം പറയാൻ വേണ്ടി ശ്രമിക്കുന്ന അവസരത്തിൽ മാഷ് പറഞ്ഞാൽ, നീ ഒരു മഹാവിഡ്ഢിയലാണ്, നിനക്ക് എന്തെങ്കിലും പറയാനുള്ള കഴിവുണ്ടോ, നീ ഇവിടെ പ്ലീസ്. അനിത പത്തനംതിട്ടയിൽ നിന്നും. ഹലോ. ഹലോ അനിത, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ. കോള് കട്ടായെന്ന് തോന്നുന്നു ഡോക്ടർ, നമ്മൾ പറഞ്ഞു. റൈറ്റ്. അപ്പോൾ ഇയാൾ ഈ നിലയ്ക്ക് ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥയിൽ, ഉത്തരം പറയാൻ വേണ്ടി എണീക്കുന്ന അവസ്ഥയിൽ പെട്ടെന്ന് തന്നെ ഇയാൾക്ക് കിട്ടുന്ന പ്രതികരണം, നീ ഒരു മണ്ടനിൽ അവിടെ ഇരിക്കും, ബുദ്ധിയുള്ള കുട്ടികൾ ഉത്തരം പറയട്ടെ. ഇത് ഇയാൾക്ക് വല്ലാത്തൊരു ഷോക്കായിട്ട് ഫീൽ ചെയ്തു. ആ നിമിഷം തന്നെ അയാൾ ക്ലാസ്സിൽ ഫെയിൻറ്റ് ചെയ്തു, ബോധം കിട്ടു വീണു. കാരണം അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അയാളിങ്ങനെ ഭയങ്കരമായിട്ട് ഇടിത്തീ വീഴുന്ന പോലെ, ഇടി വീഴുന്ന പോലത്തെ ഇടിവെട്ട് കേൾക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അയാളങ്ങ് വീണുപോയി, അക്ഷരാർത്ഥത്തിൽ വീണുപോയി. അതിനുശേഷം ഇയാൾക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാൻ, സംസാരിക്കാൻ ഒരു നിവൃത്തിയില്ല. അങ്ങനെ ഇയാൾ വർക്ക് ചെയ്യുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ അവരുടെ ഒരു യൂണിറ്റിൻ്റെ എന്തൊരു ഫംഗ്ഷൻ വരുന്ന അവസരത്തിൽ ഇയാൾ അവിടെ സ്വാഗതം ചെയ്യാൻ പറഞ്ഞു. കാരണം ഇയാൾ നല്ല രസികനാണ്, സൗഹൃദ സംഭാഷണങ്ങൾ കയറിവിടാറുണ്ട്. അങ്ങനെ ഇയാളോട് പറഞ്ഞതും ഇയാൾ അവിടെ വീണ്ടും പഴയ തളർച്ച പഴയ അനുഭവം എക്സാക്ട്ലി അത് വീണ്ടും അയാൾക്ക് ആവർത്തിക്കപ്പെട്ടു. അതിനുശേഷം അയാൾ എന്ത് സംഭവിച്ചു പറഞ്ഞാൽ, ഇപ്പോൾ എനിക്കിത് പറ്റുകയില്ലെന്നുണ്ട് ഇൻഫാക്ട് അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഞാനതൊരു എക്സാമ്പിൾ പറയാൻ കാരണം സ്വാധീനം. അനസ് എറണാകുളത്ത് നിന്നും. ഹലോ. അനസ്, ഡോക്ടറോട് സംസാരിച്ചോളൂ. അനസെ പറയൂ, എന്താണ് അനസ്? ഞാൻ വിളിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു ആങ്സൈറ്റി ഉണ്ട്. എന്തിൽ നിന്നുണ്ടാകുന്ന ആങ്സൈറ്റി? ആങ്സൈറ്റി മീൻസ് നമുക്ക് ഏതെങ്കിലും കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ, അതായത് എനിക്ക് മനസ്സിലായി, ടിവിയുടെ ശബ്ദം ഒന്ന് കുറച്ചാൽ നന്നായിരിക്കും. റൈറ്റ്. ആങ്സൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് നമ്മളിപ്പോ പഠിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് അവരെ കൂടി ചർച്ച ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ നമ്മ എന്താണ് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഇത് നമ്മൾക്ക് കിട്ടുന്നില്ല. അതായത് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അവർ നമ്മ പോസിറ്റീവ് സെൻസിൽ പറയുമ്പോൾ അവർക്ക് അത് ആ രീതിയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് കറക്റ്റായി റെസ്പോൺസ് ചെയ്യുന്നില്ല. അല്ല, അപ്പോൾ അതിനകത്ത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യം അതിനകത്തുള്ളൂ. ഒരു പക്ഷേ നമ്മൾ വളരെ കറക്റ്റ് എന്ന് ചിന്തിക്കുന്നത് കുട്ടികളുടെ മനസ്സിലാക്കുന്ന രീതിയിൽ ഉത്കണ്ഠയോ ടെൻഷനോ ഉണ്ടാക്കുന്നതാവും. അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഞാനും എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തായിട്ടുള്ള സ്വാതിയും സംസാരിക്കുമ്പോൾ സ്വാതിയുടെ ഭാഷ ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വാതിക്ക് അത് സ്വീകാര്യമാവും. അപ്പോൾ കുട്ടിയുടെ ഭാഷ അനസ് ഉപയോഗിക്കുകയാണെങ്കിൽ കുട്ടിക്ക് സ്വീകാര്യം. ഇപ്പം ഒരു കുട്ടി അവന് ഏതാണ് വേദന ഉണ്ടാക്കാത്തത് അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാക്കാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒരുപക്ഷെ വളരെ ഗൗരവമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്നതിന് പകരം അവൻ്റെ ഭാഷയിലും കുറച്ച് കാര്യങ്ങളും ഒപ്പം തന്നെ ഒരു തമാശ പോലെയൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ആ ടെൻഷൻ അങ്ങ് മാറും. വളരെ സിമ്പിളാണ്. ഇതിപ്പോ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മ ചെറുപ്പത്തിലോട്ട് തന്നെ ഇതിന് കുറെ ഇമ്പോർട്ടൻസ് നമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തുണ്ടായി? ഇമ്പോർട്ടൻസ്, അതായത് ഏകദേശം ഇപ്പൊ അവനിപ്പോ 11 വയസ്സായിട്ടുണ്ട്.
അപ്പൊ നമ്മള് ഒരു 6-ാം വയസ്സ് തൊട്ട് തന്നെ അവനെ ഞാൻ ചെറിയ ചെറിയ റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുമായിരുന്നു. ഓക്കെ. ആ സമയത്ത് അതിനുശേഷം നമ്മ അതിൽ നിന്ന് പിന്മാറി അത് കൊടുക്കുന്ന സിറ്റുവേഷൻ അല്ലാതെ വരുമ്പോ അവന്റെ മൈൻഡ് മാറുന്നതാണ്. അല്ല, എനിക്കൊരു സംശയം തോന്നിയത് അനസിനോട് കുട്ടിക്കാലം തൊട്ട് കഴിഞ്ഞാൽ അവന് ചില റെസ്പോൺസിബിലിറ്റി നമ്മൾ കൊടുത്തു. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് മൊത്തം 4 കുട്ടികളാണ്. ആയിക്കോട്ടെ, മനസ്സിലായി. ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് നമ്മൾ പിന്നെ പിന്മാറുന്നു. അങ്ങനെ ഒരു പിന്മാറലിന്റെ ആവശ്യമില്ലല്ലോ. ആ റെസ്പോൺസിബിലിറ്റി കൊടുക്കുക, കുറച്ച് കുട്ടി വളരുന്നതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനുള്ള എബിലിറ്റി, കഴിവ് പതുക്കെ 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 കൂട്ടി വരാൻ വേണ്ടി കൂടുതൽ കൊടുക്കുകയല്ലേ ബുദ്ധി? ഞാൻ കൂട്ടി കൊടുത്തു, പക്ഷേ ഇത് ചില സന്ദർഭങ്ങളിൽ അവൻ കറക്റ്റായിട്ട് അത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാകുന്നുവെങ്കിൽ അതിന് വേണ്ട ഫീഡ്ബാക്ക് കൊടുത്ത ശേഷം കുറച്ചുകൂടി കറക്റ്റ് ചെയ്ത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു മോഡൽ കാണിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ നല്ലതാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു കുറച്ചുകൂടെ വിശദമായ ഒരു ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് പോലെ നടത്തേണ്ട ഹൗ ടു ഡു പാരൻറ്റിങ് വിത്ത് എ ചൈൽഡ്. ഒരു കുട്ടിയുമായിട്ട് രക്ഷാകർതൃത്വം എങ്ങനെ കൊണ്ട് കുട്ടിക്ക് ഉത്കണ്ഠയില്ലാതെ മുന്നോട്ട് പോകാം എന്നുള്ളൊരു വിഷയത്തിലേക്ക് അനസ് വരുന്നത്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രെയിമിനുള്ളിൽ പൂർണ്ണമായും സംസാരിക്കാൻ സാധ്യമല്ല, കാരണം മറ്റുള്ള പ്രേക്ഷകർ ഉള്ളതുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ പരിമിതപ്പെടുത്തുന്നു. ബട്ട് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഈ വിഷയം ചർച്ചയിലേക്ക് ടേക്ക് ചെയ്യാം. ഞാൻ എന്തായാലും ഫ്യൂച്ചറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. പ്ലീസ്. ഓക്കെ, ഷുവർ. ഓക്കെ.